എന്തായാലും ശബ്ദം അപ്പുറത്തെ മാങ്ങ ഓട്ടുപുറത്തേക്ക് വീണുവാ, പടക്ക പൊട്ടുന്ന പോലെ അല്ലേ? ശരി, ആ ഷീറ്റിന്റെ മുകളിൽ. ഷീറ്റിന്റെ വില ശരി, വലിയ വലിയ മാങ്ങയാണ്. അപ്പൊ വലിയ ശബ്ദം. ഇത് ഓർത്തപ്പോഴേ ഞാനേ ഒരു പടക്കക്കാലം വിഷുക്കാലവും ബന്ധപ്പെട്ടിട്ട് ഒരബദ്ധം ശരിക്കും പറ്റുന്നുണ്ട്. ശരിക്ക് കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് അപ്പൊ അത് ഇപ്പൊ ഓർക്കുമ്പോ പേടിയാവണുണ്ട്, പക്ഷെ ചിരിയും വരുന്നുണ്ട്. അന്ന് പേടിച്ചെങ്കിൽ ഇപ്പൊ ചിരി. അത് ഓരോ അബദ്ധം അങ്ങനെയാണല്ലോ. അത് കഴിയുമ്പോ നമുക്ക് ഓർത്ത് ചിരിക്കാനാണ് അബദ്ധങ്ങളല്ല. അതെന്താ വെച്ചാ വീട്ടില് പുല്ല് പോലെയാണേ. അപ്പൊ പടക്കം പൊട്ടിക്കാൻ ഏട്ടന്മാര് 3 ആളുണ്ട്. അവര് പടക്കത്തിന്റെ ആശാന്മാരാണല്ലോ. അപ്പൊ അച്ഛൻ പടക്കം മേടിച്ചിട്ട് റോഡിൽ കൊണ്ടുപോയിട്ട് കത്തിക്കാൻ പറ്റും. കാരണം തൊഴുത്ത് ഇതാണ്, പുല്ലാണ്, വീടും പുല്ലാണ്. അപ്പൊ മുറ്റത്ത് വെച്ച് കത്തിക്കാൻ പറ്റില്ല. അപ്പോ ഈ മേലേക്ക് പോയിട്ട് പൊട്ടണ പടക്കം വാണം, എലിവാണുണ്ട്. അത് സാധാരണ വലിയ കുപ്പീന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് തീ കൊടുക്കാതെ അപ്പൊ നേരെ മേലോട്ട് പോയിക്കോളൂല്ലോ. അങ്ങനെ ഒരു വിഷുക്കാലത്ത് ഏട്ടൻ ഇതേപോലെ കുപ്പീന്റെ ഉള്ളില് എലിവാണെന്ന് പറയാ, അത് വെച്ചിട്ട് തീ കൊടുത്തു. അതെന്തോ കറങ്ങി കറങ്ങി നേരെ പെരക്കകത്ത് പോയി ചുമരില് തട്ടി, അത് പൊട്ടി. ഭാഗ്യത്തിന് വലിയ ശബ്ദം ഉണ്ടാവില്ല. ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ഫോട്ടോ ഇതേ അനുഭവം എനിക്കുണ്ടായി. എന്റെ ദൈവമേ, അന്ന് ഞങ്ങളെ മനസ്സില് പിന്നെ എന്തായിരിക്കും അച്ഛൻ ആ പൊട്ടിയതല്ല, അച്ഛന്റെ പ്രതികരണം എന്താണ്? ഞങ്ങള് പേടിച്ചിങ്ങനെ ഇരിക്കും. ഞങ്ങള് വിചാരിച്ചു എല്ലാവർക്കും പടക്കം പൊട്ടുന്ന്. എന്നിട്ട് അച്ഛന്റെ ഒരു നോട്ടം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി, ഒരു നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതാണ് പുറത്താണെങ്കിലും അത്. പക്ഷെ ഇപ്പോഴും ഞങ്ങൾക്ക് ആ എലിവാണം കാണുമ്പോ ആദ്യം ഞങ്ങൾ എല്ലാവരുടെ മനസ്സിലേക്ക് അതാണ് വരിക. അതെ, ഓരോ കുട്ടിക്കാലത്തെ ഓർമ്മകള്. ഇതുപോലെ എലിവാണം വിട്ടു ഞാനൊരു കഥ പറഞ്ഞുതരാം.